ഇതാണ് നമ്മൾ ഉമ്മയുടെ കട. ഉമ്മയുടെ കടയിലോട്ട് വന്ന് നിങ്ങളെ കടയെ പറ്റി ഒന്ന് പറയോ? എത്ര വർഷമായി എന്തിനൊക്കെയാണെന്നൊക്കെയുള്ള? ഈ കടയിലാ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 1 വർഷവും 4 മാസമാകുമ്പോൾ. അതിന് മുന്നേ പിള്ളേരെ വാപ്പ മരിച്ചതിന് തുടങ്ങിയിട്ട് ഇതോടെ 11 വർഷം കഴിയാൻ പോകും. അടുത്ത ജൂൺ 27 ആകുമ്പോൾ 12 വർഷമാകുമ്പോൾ ഞാൻ ഇത് തുടങ്ങിയിട്ട്. പിന്നെ ദോശയുണ്ട്, പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി, ചമ്മന്തി, രസവട, ഓംപ്ലേറ്റ്, പപ്പടം, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് ഉമ്മയുടെ കടയില്. നമ്മൾ കഴിക്കാൻ വേണം, കഴിച്ചിട്ട് റിവ്യൂ ഒക്കെ പറയാം. അങ്ങനെ ഫുഡ് കഴിക്കാണ്. നല്ല കറിയല്ലേ, ഗ്രേവി പ്രത്യേക ടേസ്റ്റ് അല്ലേ. സാമ്പാർ ഇല്ലെങ്കിൽ എന്തായാലും ഗ്രേവി മതി. പൂവോത്ത് ദോശ കേട്ടോ പറഞ്ഞോ. പല്ല് കിട്ടും പല്ലിക്കുന്നല്ലേ, അടിപൊളി. പിള്ളേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇവര് നമ്മളെ അക്കൗണ്ടിൽ കയറി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അവര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ. നല്ല വീഡിയോസാ. നിങ്ങൾ ഇവര് ചാനലിൽ കയറി സപ്പോർട്ട് ചെയ്യണം അല്ലേ. നല്ലൊരു വൈബ് കാണാം അല്ലേ. നല്ല വൈബ് അല്ലേ. അടിപൊളി സത്യം. ചമ്മന്തിയും സാമ്പാറിന് ഗ്രേവിയാണ്, പക്ഷെ അത് വേറെ ലെവലിൽ ചമ്മന്തി മുക്കി ചില ഗ്രേവിയിലിട്ട് കുഴച്ചിട്ട് തിന്ന സ്വർഗം. സൂപ്പർ ഫുഡ്, അടിപൊളി സോഫ്റ്റ് ദോശ. എൻ്റെ ഒന്നും കൊള്ളാം, എൻ്റെ തീരാളായോ തന്നെ കുട്ടിപ്പേടി ഇതിന്റെ മഞ്ഞ സ്പെട്ടായിരുന്നു പൂച്ചെന്ന് വീണ്ടും. എന്റെ പൊട്ടി എല്ലാം പൊട്ടിയല്ല. പിന്നെ തിന്ന് അതിന് വേണ്ടി തിന്നായിരിക്കും. തിന്ന് പെട്ടെന്ന് ദോശ തന്നെ വലിയ ഓംപ്ലേറ്റ്. ഓ ഡബിൾ ആണ് ഓംപ്ലേറ്റ്. തിന്ന സാഹചര്യം ഡബിള് വലുത്. കൊള്ളാം, എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ടേസ്റ്റ്. സൂപ്പറായിട്ട് ആ ചമ്മന്തി, ആ ഗ്രേവി, ദോശ, നല്ല പൂവോത്ത ദോശ. ഇങ്ങനെ നമ്മൾ തിന്നിട്ടില്ല. ചിക്കൻ്റെ കൂടെ ചമ്മന്തി കറി. ഞാൻ സാമ്പാറൊന്നാണ് ആഗ്രഹിച്ചത്. നീ നോക്കി പുളിച്ച് തിന്നിട്ട് ദോശ തിന്നു കേട്ടോ. ഒരു ദോശയോട് തിന്നുന്ന കഴിക്കുന്നുണ്ട് അവള്. കഴിച്ച് ഞങ്ങളിവിടെ പമ്പീരായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിള്ളേർ കട്ടയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ എല്ലാവരും പറ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അല്ലേ. നമ്മള് ഇതിലാണ് ദോശക്കല്ലിലാണ് ദോശ ചൂടുന്നത് കേട്ടോ. വലിയ കല്ല് പോലും ഇല്ല. എന്നിട്ടാണ് നല്ല ടേസ്റ്റുള്ള ദോശ. വീട്ടിലുണ്ടാക്കുമ്പോൾ ദോശ ഉണ്ടായിട്ടാണ്. ഒരടുപ്പിൽ 3 ദോശ. ഇതുകൊണ്ടാണ് ഒരു പൂ പോലെ ചെയ്യുന്ന ദോശ. അതിന്റെ എന്താണ് രഹസ്യം? വീട്ടിൽ ഉണ്ടാക്കണല്ലേ. നല്ല അതിന്റെ ഒരു ബെനിഫിറ്റ് കാണുന്നുണ്ട്. പൂ പോലെ അതെ. എന്തായാലും ഇതുപോലെ സന്തോഷം മുന്നോട്ട് പോട്ടെ നമ്മള്. ശരി ശരി. ഹോട്ടലിൽ വണ്ടി ഓടിക്കുമെങ്കിൽ പാട്. ഇവിടെ വളരെ ഹൈവേ റോഡാണ്. നമ്മൾ കയറി ചേച്ചി കട കാണിച്ചു കൊടുത്തേ. ഇതാണ് കട, തയ്ക്കാപ്പള്ളിയുടെ ഓപ്പോസിറ്റ്. തെക്കേപ്പള്ളി ചേച്ചി ഹിന്ദു ചേച്ചി തെക്കേപ്പള്ളിയുടെ ചെരുപ്പൂടി ഇരുന്ന് പ്രാർത്ഥിക്കണല്ലേ. എന്തിന് മനോഹരമായ കാഴ്ചല്ലേ. ജാതിയിലും മതം അവ ശക്തി. തെക്കേപ്പള്ളിയിൽ പ്രത്യേക ശക്തിയുണ്ട് അല്ലേ. അത് സമ്മതിച്ചു കൊടുക്കണം. അന്ന് നടോട്ടി കയറി നടക്കണം. എന്തൊക്കെ കോമഡി കാഴ്ചയുണ്ട് അല്ലേ. ഇത് ബാറാണ്. ഇവിടെ പോകുന്ന ഫോർട്ടി പൈസ എറിയുന്നാ പറഞ്ഞത്. പൈസ എറിയേണ്ട ആവശ്യം സിഗ്നലാണെങ്കിൽ എല്ലാ അവിടെ എറിയട്ടല്ലേ. നീ ആഗ്രഹല്ലേ വെളിച്ചങ്കോലെത്തി മാമന്റെ അവിടെ എറിയണം. മാമന്റെ അവിടെ കറച്ച് എറിഞ്ഞേട്ടാ. ഇതാ എത്ര പേർക്ക് ഇഷ്ടമുള്ളതാണ്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. ഇത് മുളക്, ഉപ്പ്, എണ്ണയായിട്ട് മിക്സ് ചെയ്ത് മാങ്ങ ഇതാ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നു. നോക്കുക, ഇതാണ് ഇടയ്ക്ക് ഇന്ന്. തിന്നോക്ക. അത്ര എരിയൊന്നുമില്ല. ഇവിടെ ആക്ഷൻ പോലെ ഒന്നും അല്ല. എരിയൊക്കെ കുറവാണ്. തിന്നോക്ക.
ഞാൻ നമ്മളെ ഇടയ്ക്കുള്ള പരിപാടി ഇതാണ്. മാങ്ങ വാങ്ങും, ഉപ്പിലിടും, മിക്സ് ചെയ്ത് കഴിക്കും. ചെയ്ത് നോക്കാം. അങ്ങനെ ഉണ്ടോ കഴിക്കണല്ലേ? എങ്ങനെയുണ്ടോ? മിക്സ് ചെയ്ത് നോക്കും. തല കുറച്ചല്ലേ അതിലേ ഇരിക്കണത്. അത് നോക്കാം. കൈ കഴുകിട്ടോ. ആ വായില് കൊള്ളാം.